ഇനി നമ്മൾ മറ്റൊരു വാർത്തയിലേക്കാണ് പോകുന്നത്, മറ്റൊരു വിവരത്തിലേക്കാണ് പോകുന്നത്. തുമ്പോലാർച്ച തുമ്പോലാർച്ച എന്ന സിനിമ റിലീസ് ചെയ്തിട്ട് ഇന്നേക്ക് 49 വർഷം തികയാണ്. 1974 ഓഗസ്റ്റ് 23-നാണ് ഈ ചിത്രം റിലീസ് ചെയ്തത്. അതിന്റെ വിശേഷം കാണാം. 107 സിനിമകളിൽ താരജോഡികളായ ഇണക്കുരുവികളാണ് പ്രേംനസീറും ഷീലയും. പ്രേംനസീർ ഷീല താരജോഡികൾ ഒരു കാലത്ത് മലയാള സിനിമാ പ്രേക്ഷകരുടെ വീട്ടിലെ അതിഥികളെ പോലെയായിരുന്നു. ഇന്ത്യൻ സിനിമാ ലോകത്ത് തിരുത്തപ്പെടാൻ കഴിയാത്ത റെക്കോർഡ് കുറിച്ചുകൊണ്ടായിരുന്നു പ്രേംനസീർ ഷീല ഹിറ്റ് ജോഡികൾ 100-ലധികം സിനിമകളിൽ നിറഞ്ഞു നിന്നത്. പക്ഷേ ഇവർ ഒന്നിച്ചുള്ള സിനിമാ പ്രയാണത്തിന് 3 വർഷം ഇടവേള വന്നു. ആ സമയം ആരും ഇവർ ഒന്നിക്കുന്ന ഒരു പ്രൊജക്ട് ചെയ്യാൻ ധൈര്യപ്പെട്ടില്ല. കാരണം പ്രേംനസീർ ഷീല ജോഡികൾ ചില അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ അകന്നു നിന്നതുകൊണ്ട് അത്തരം സിനിമകൾ മലയാള സിനിമയിൽ ഉണ്ടായില്ല. പിന്നീട് വർഷങ്ങൾക്കു ശേഷം ചരിത്രപ്രധാനമായ ഒരു സിനിമയിൽ ഇരുവരും ഒന്നിച്ചു. താരജോഡികളുടെ പുനഃസമാഗമം കൊണ്ട് ശ്രദ്ധേയമായ സിനിമ കൂടിയാണ് തുമ്പോലാർച്ച. പക്ഷെ അതിൽ അഭിനയിക്കണമെങ്കിൽ പ്രേംനസീറിനു മുകളിൽ തനിക്ക് പ്രതിഫലം കിട്ടണമെന്ന് ഷീല പറഞ്ഞിരുന്നു. പിന്നെ ഒരു വ്യവസ്ഥ കൂടി മുന്നോട്ട് വെച്ചു: തൊട്ടഭിനയിക്കരുത്. ഷീലയുടെ നിബന്ധന നിർമ്മാതാവ് സമ്മതിച്ചതോടെ തുമ്പോലാർച്ച എന്ന മൾട്ടി സ്റ്റാർ സിനിമയ്ക്ക് തുടക്കം കുറിച്ചു. ചിത്രീകരണം തുടങ്ങി ഏതാനും നാൾക്കകം അവരുടെ കുപ്രസിദ്ധമായ പിണക്കം അവസാനിച്ചു. അല്ലെങ്കിൽ തന്നെ ഷീല മുന്നോട്ട് വെച്ച വ്യവസ്ഥയിൽ പൂർത്തിയാക്കാനാവുമായിരുന്നില്ല ആ സിനിമ. ആത്മഹത്യക്ക് ശ്രമിക്കുന്ന തുമ്പോലാർച്ചയെ കുളത്തിൽ നിന്ന് ആരോമൽ രക്ഷിക്കുന്ന രംഗമുണ്ട്. മുങ്ങിത്താഴുന്ന തുമ്പോലാർച്ചയെ തൊടാതെ എങ്ങനെ രക്ഷിക്കും ആരോമൽ? സിനിമ തിയേറ്ററുകളിലെത്തിയപ്പോൾ കാണികൾ ഏറ്റവും കൂടുതൽ കൈയടിച്ച രംഗം അവരുടെ പിണക്കത്തേക്കാൾ ഇണക്കത്തെ കേരളം ഏറ്റെടുത്തതിന്റെ സൂചന കൂടിയായിരുന്നു. ക്ഷേത്രനടയിൽ വെച്ച് തുമ്പോലാർച്ചയെ കാണുമ്പോൾ ആരോമൽ ചോദിക്കുന്നു, എവിടെയായിരുന്നു ഇതുവരെ? ഏറെ നാളായല്ലോ കണ്ടിട്ട്. 72 നായികമാരോടൊപ്പം അഭിനയിച്ചിട്ടും പ്രേംനസീറിന്റെ നിത്യഹരിത നായിക ഇന്നും ഷീല തന്നെ. 1974 ഓഗസ്റ്റ് 23 പുറത്തിറങ്ങിയ തുമ്പോലാർച്ചയിൽ തിക്കുറിശി സുകുമാരൻ നായർ, ശ്രീവിദ്യ, പ്രേംനസീർ, ഷീല തുടങ്ങിയവരായിരുന്നു കേന്ദ്ര കഥാപാത്രങ്ങൾ. തുമ്പോലാർച്ച എന്ന കഥാപാത്രമായി ഷീലയും ആരോമൽ ചേകവറായി പ്രേംനസീറും അഭിനയിച്ച ചിത്രത്തിന്റെ സംവിധായകൻ കുഞ്ചാക്കോയായിരുന്നു. PK ശാരംഗപാണി തിരക്കഥ എഴുതിയ സിനിമ ആ വർഷത്തെ ഓണ റിലീസായിട്ടാണ് പ്രദർശനത്തിനെത്തിയത്. തുമ്പോലാർച്ചയിലെ ഗാനങ്ങളും ഏറെ സ്വീകാര്യത നേടി. ചിത്രം മികച്ച സാമ്പത്തിക വിജയമാണ് നേടിയത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. എഴുത്തുകാരനായ സതീഷ് കുമാർ വിശാഖപട്ടണം കൂടി നമ്മോടൊപ്പം ചേരുകയാണ് ഈ ഘട്ടത്തിൽ. ഈ തുമ്പോലാർച്ച 1974, ഞാനൊന്നും ജനിച്ചിട്ടില്ല ശ്രീ സതീഷ്. അപ്പോൾ ആ തുമ്പോലാർച്ചയെക്കുറിച്ച് ഉള്ള ഒരു അവലോകനം, ഇന്ന് എന്തൊക്കെ പ്രസക്തിയാണ് ആ സിനിമ കാണുമ്പോഴുള്ളത്? എന്തായിരുന്നു ആ സിനിമയുടെ പ്രത്യേകത? താങ്കൾക്ക് പങ്കുവെക്കാനാകുമോ? തീർച്ചയായിട്ടും. തുമ്പോലാർച്ച സിനിമയൊക്കെ ഞങ്ങളുടെ തലമുറ കാത്തിരുന്ന് കണ്ട ഒരു സിനിമയായിരുന്നു. അതിന്റെ ഏറ്റവും വലിയ ആകർഷണം നസീർ ഷീല ജോഡി കുറെ വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ചു എന്നുള്ളതാണ്. കാരണം മലയാള സിനിമയുടെ ചരിത്രത്തിൽ പ്രേംനസീർ ഷീല ജോഡി എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു കാലഘട്ടത്തിന്റെ രോമാഞ്ചമായിരുന്നു. അവർ ചെറിയ ചില സൗന്ദര്യ പിണക്കൾ കൊണ്ട് കുറച്ചു കാലം മാറി നിന്നപ്പോൾ അത് പ്രേക്ഷകർക്ക് വളരെയധികം ഫീൽ ചെയ്തു. കാരണം അത്ര ഒരു ജോഡി, കാരണം ലോക റെക്കോർഡ് സൃഷ്ടിച്ച ജോഡിയാണ് പ്രേംനസീർ ഷീല. ഏതാണ്ട് 80ഓളം സിനിമകളിൽ അങ്ങാണ്ടാണ് അവർ ഒരുമിച്ച് അഭിനയിച്ചത്. അപ്പോൾ അവർ വീണ്ടും ഒന്നിക്കുന്നു എന്നുള്ളൊരു വലിയൊരു പരസ്യവുമായിട്ടാണ് ഈ സിനിമ അന്ന് തിയേറ്ററുകളിൽ എത്തുന്നത് തന്നെ. അപ്പൊ ആ ഒരു ആങ്സൈറ്റി ഞങ്ങളുടെ തലമുറയ്ക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അതൊന്ന്. പിന്നെ ഈ സിനിമയിലെ ഒരു മനോഹരമായ ഒരു ഗാനം ഉണ്ടായിരുന്നു. അത് അമ്മാനക്കളിത്തോണി എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട്. അരയന്നൻ കളിച്ചുണ്ട തോണി അമ്മാനക്കളിത്തോണി. ഈ ഗാനം അന്നൊരു അതിശയമാണ്. കാരണം ശരിക്കൊരു അരയന്ന കിളിച്ചുണ്ട തോണി തയ്യാറാക്കിയിട്ടുണ്ട്. ആ തോണിയിലൂടെയൊക്കെയാണ് നസീറും ഷീലയും കൂടെയൊക്കെ സഞ്ചരിക്കുന്ന ഈ പാട്ടിന്റെ അകമ്പടിയോടുകൂടെ ഈ രംഗം ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഈ തോണി അന്നൊരു അതിശയമാണ് അന്നത്തെ തലമുറയ്ക്ക്. കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ ഒരു കാലഘട്ടത്ത് ഒരു കളർ ചിത്രം വരുന്നു. ആ കളർ ചിത്രം തന്നെ വളരെ മനോഹരമായിട്ട് വളരെ കൂറ്റൻ സെറ്റുകൾ, ഈ അരയന്നൻ കളിച്ചുള്ള തോണിയൊക്കെ അന്ന് അണിയിച്ചൊരുക്കി ചിത്രീകരിക്കുന്നത് ആ തലമുറയ്ക്ക് ഒരു വലിയൊരു സന്തോഷവും അനുഭവമായിരുന്നു. അത് കാണുമ്പോൾ ആ തലമുറ തീർച്ചയായിട്ടും കോരിത്തെരിച്ചിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും ഉണ്ടായിരുന്നില്ല. പിന്നെ പറയേണ്ട ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട കാര്യം,
ഉദയ എന്ന ബാനറാണ്. കാരണം മലയാളത്തിൽ ഏകദേശം 1 ഡസനിൽ കൂടുതൽ ചിത്രങ്ങൾ, വടക്കൻ പാട്ട് ചിത്രങ്ങൾ. അവരുടെ ആദ്യ ചിത്രം ഉണ്ണിയാർച്ചയായിരുന്നു. 1960 പുറത്തു വന്ന ഉണ്ണിയാർച്ച. അതിനുശേഷം ഏകദേശം 1 ഡസനിലധികം ചിത്രങ്ങൾ ഉദയയുടെ ബാനറിൽ വടക്കൻ പാട്ട് ചിത്രങ്ങൾ റിലീസായി എന്നുള്ളതാണ്. വടക്കൻ പാട്ട് ചിത്രങ്ങൾ നിർമ്മിക്കാൻ ഉദയ പോലെ കഴിവുള്ള ഒരു ബാനർ അന്ന് ഉണ്ടായിരുന്നില്ല. അപൂർവം ചിലപ്പോൾ മറ്റു ചില ബാനറുകൾ വന്നിട്ടുണ്ടെങ്കിലും ഉദയയുടെ ചിത്രങ്ങൾക്ക് വേണ്ടി പ്രേക്ഷകർ കാത്തിരുന്നിരുന്നു. ഇതെല്ലാം തിരക്കഥ ഒരുക്കിയിരുന്നത് എൻ ഗോവിന്ദൻകുട്ടി, ശാരംഗവാണി ടീമായിരുന്നു. അപ്പൊ അവരുടെ തിരക്കഥയിൽ കുഞ്ചാക്കോ നിർമ്മിച്ച് ഒരു സിനിമ റിലീസാവുക, എനിക്കത് ഓണം അല്ലെങ്കിൽ വിഷു അല്ലെങ്കിൽ ക്രിസ്മസ് ഇങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിലായിരിക്കും. അതാണ് ഈ സതീഷ് അതായത് ഈ തുമ്പോലാർച്ച ആ കാലഘട്ടമൊക്കെ പെട്ടെന്ന് താങ്കൾ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ഓർമ്മകളായി ഇങ്ങനെ പറിച്ചു നടന്ന ഒരു സാഹചര്യം നമ്മളുടെ മനസ്സിൽ ഇങ്ങനെ രൂപപ്പെട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. കാരണം ആ പഴയ കാലം, അന്നത്തെ കൊട്ടകകൾ, അവിടെ നിങ്ങളൊക്കെ വളരെ ആവേശത്തോടു കൂടി ഈ തുമ്പോലാർച്ച കണ്ടത്, ഇന്നത് ഓർക്കുന്നത്, അത് ഓർത്ത് പറയുന്നത് പുതുതലമുറയോട്, അതൊക്കെ ഈ ഷീലയും പ്രേം നസീറും തമ്മിലുള്ള ഒരു കെമിസ്ട്രി ഒരുപക്ഷെ അഭ്രപാളികൾക്ക് പുറത്തേക്ക് അത് പ്രതിഫലിച്ചിരുന്നു. കാരണം ഈ അടുത്തിടെ വന്ന ഒരു സിനിമ, പുതിയ കാലത്തിൻ്റെ ഒരു സിനിമയിൽ തന്നെ ജയറാം ഷീലയൊക്കെ അഭിനയിച്ച സിനിമയാണ്. അപ്പോൾ അതിൽ പാട്ടുരംഗത്ത് ജയറാം പ്രേം നസീറായി ഇന്ന് നടിക്കുന്നുണ്ട് ഷീലയുടെ മുമ്പിൽ. കാരണം ഈ അഭ്രപാളികൾക്ക് അപ്പുറമാണ് അവരുടെ ഒരു കെമിസ്ട്രി എന്ന് പറയുന്നത് മലയാളിയെ സംബന്ധിച്ച്. അങ്ങനെ ഉണ്ടല്ലേ? അതൊക്കെ വളരെ നല്ല രീതിയിലായിരുന്നോ ഈ തുമ്പോലാർച്ചയിൽ നാം കണ്ടത്, നിങ്ങൾ കണ്ടത്? അതെ. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഷീല നസീർ ജോഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കേരളത്തിന്റെ രോമാഞ്ചമായിരുന്നു. ആ കാലഘട്ടത്തിലെ ഒരുവിധപ്പെട്ട എല്ലാ സിനിമാ പ്രേമികളും ഇവരെ കാണാൻ വേണ്ടി മാത്രം തിയേറ്ററുകളിൽ പോയിരുന്നു. അത്ര ഒരു പ്രേം നസീർ ഉണ്ടെങ്കിൽ ഷീല ഉണ്ടാകണം എന്നൊരു തലമുറ, പ്രത്യേകിച്ച് സ്ത്രീകൾ ആഗ്രഹിച്ചിരുന്നു. സ്ത്രീകളുടെ ഏറ്റവും വലിയ ആകർഷണമായിരുന്നു പ്രേം നസീർ എന്ന നടൻ. കാരണം ലോക സിനിമയിൽ തന്നെ റെക്കോർഡ് ഇട്ടൊരു നടനാണ്. മാത്രമല്ല ഈ പാട്ട് രംഗങ്ങളിൽ പ്രേം നസീറിനെ പോലെ പെർഫോം ചെയ്യാൻ ഇന്ത്യയിലെ മറ്റൊരു നടന്മാർക്കും അദ്ദേഹത്തിന്റെ ലിപ് മൂവ്മെന്റ് കൊണ്ട് തന്നെ നമുക്ക് സൗണ്ട് ഇല്ലെങ്കിൽ പോലും ആ പാട്ട് മനസ്സിലാവും, വാക്കുകൾ അല്ലേ? അതെ, സത്യം പറഞ്ഞ യേശുദാസിന്റെ ശബ്ദവും പ്രേം നസീറിന്റെ ആ ലിപ് മൂവ്മെന്റോ എല്ലാം കൂടെ വരുമ്പോൾ ആ പാട്ട് നമുക്ക് പ്രേം നസീർ അല്ല പാടുന്നതെന്ന് ഒരിക്കലും നമുക്ക് തോന്നില്ല. അതായിരുന്നു പ്രേം നസീറിന്റെ ഏറ്റവും വലിയ വിജയം. അപ്പൊ കൂടെ അഭിനയിച്ച ഷീല ഒരിക്കലും ഒരു ഇന്റർവ്യൂ പറഞ്ഞിരുന്നു, അദ്ദേഹത്തിന്റെ ചുണ്ട് അനങ്ങുന്നുള്ളൂ, പക്ഷെ ആ ഭാവം, പാട്ടിന്റെ ഭാവം മുഴുവൻ ഒരു വരി പോലും പുറത്തേക്ക് കേൾക്കില്ല, പക്ഷെ ആ ചുണ്ട് അനങ്ങുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ ആ പാട്ടിന്റെ ഭാവം മുഴുവൻ അദ്ദേഹത്തിന്റെ അഭിനയ രംഗത്ത് തിളങ്ങി നിൽക്കും എന്നായിരുന്നു ഷീല തന്നെ ഒരിക്കൽ അഭിമുഖത്തിൽ പറഞ്ഞത്. ശരിയാണ്. കാരണം ഈ ലിപ് മൂവ്മെന്റ് അതിനോടൊപ്പം ചേർക്കുക എന്ന് പറയുന്നത് നിസ്സാരമല്ല, അതൊരു ഡെഡിക്കേഷന്റെ ഭാഗം കൂടിയാണ്. കാരണം ആ പാട്ട്, അതിന്റെ വൈകാരികത, ആ വാക്കുകൾ ഉച്ചരിക്കുന്നതൊക്കെ അത്രയേറെ മനഃപ്പാഠമാക്കണം, ഗൃഹസ്ഥമാക്കണം. അത് വളരെ എഫർട്ടുള്ള കാര്യമാണ് ഒരു നടനെ സംബന്ധിച്ച്, അല്ലേ? ഇത്രയേറെ തിരക്കുള്ള മുഴയുണ്ടായിരുന്നു. ആ മുഴ പോലും ഇങ്ങനെ നമ്മുടെ പാട്ടിന്റെ മൂവ്മെന്റ്സ് അനുസരിച്ച് ചലിക്കുന്നത് നമുക്ക് അനുഭവപ്പെടും. അപ്പൊ ഞങ്ങൾ അതിശയിച്ചിട്ടുണ്ട്, ഇത്ര മനോഹരമായിട്ട് ഈ നടൻ എങ്ങനെയാണ് ഈ പാട്ടിനൊപ്പിച്ച് ലിപ്സ് മൂവ്മെന്റ് ഉണ്ടാക്കുന്നത്. അത് തീർച്ചയായിട്ടും ഒരു അനുഭൂതി തന്നെയായിരുന്നു. പ്രേം നസീറിന്റെ അഭിനയത്തെ കുറിച്ച് പലർക്കും പല അഭിപ്രായങ്ങളുണ്ടായിരിക്കും. പക്ഷെ എൻ്റെ ഒരു പേഴ്സണൽ ഒരു വ്യൂ എന്താണെന്ന് വെച്ചാൽ, ഇന്നും ഗാനരംഗത്ത് നിറഞ്ഞു നിൽക്കാൻ, അതുപോലെ ഗാനരംഗത്തെ മനോഹരമാക്കാൻ പ്രേം നസീറിനോളം കഴിവുള്ള മറ്റൊരു നടൻ മലയാള സിനിമയിൽ ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത്ര മനോഹരമായിരുന്നു അദ്ദേഹത്തിന്റെ. തീർച്ചയായും വളരെ സുന്ദരനായിരുന്ന നിത്യഹരിത നായകൻ എന്ന് പറയാവുന്ന പ്രേം നസീർ, ഒപ്പം അവർക്കൊപ്പം അഭിനയിച്ച ഷീല. ശരിയാണ്, വളരെ നല്ലൊരു അനുഭവം ആ സിനിമ. തുമ്പോലാർച്ചയുടെ ഈ 49 വർഷം തികയുമ്പോൾ തുമ്പോലാർച്ചയുടെ ആ ഒരു സിനിമ നൽകിയ ഫീലിംഗ് പറിച്ചു നട്ട സതീഷ് വിശാഖപട്ടണത്തിന് വളരെ നന്ദി. മറ്റു വാർത്ത